വിശദമായി കടക്കുമ്പോൾ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ പതിവിന് വ്യത്യസ്തമായി ഒരു മുഴം മുന്നേ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തയ്യാറെടുപ്പുകളുമായിട്ടാണ് കോൺഗ്രസിന്റെ ഒരുക്കം. തിരുവനന്തപുരത്തിന് പുറമെ കോഴിക്കോടും കൊച്ചി കോർപ്പറേഷനുകളിലും വളരെ നേരത്തെ തന്നെയാണ് മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥികളെ അടക്കം നിശ്ചയിച്ചു കഴിഞ്ഞു. കോഴിക്കോട് PM നിയാസ് ആയിരിക്കും കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി. കൊച്ചി കോർപ്പറേഷനിൽ ദീപ്തി മേരി വർഗീസ്, മിനിമോൾ, VK എന്നിവരെ മുൻനിർത്തിയാവും നീക്കങ്ങൾ. എന്താണ് സുപ്രധാനമായ കോൺഗ്രസിന്റെ നീക്കങ്ങളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന സുപ്രധാന ഘട്ടം കോൺഗ്രസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് KS ശബരിനാഥൻ എന്ന മുൻ MLA മുൻനിർത്തി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് പോരടിക്കാൻ ഒരുങ്ങുന്നു. 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ആ തരത്തിൽ കോൺഗ്രസിന് മുന്നൊരുക്കം. സമാനമായ നീക്കം കോഴിക്കോടും ഒപ്പം കൊച്ചിയിലും. വിശദമായി നോക്കാം. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഡാനി, കൊച്ചിയിലെ നീക്കം ശ്രദ്ധേയമാവുന്നത് നേരത്തെ തന്നെ ഒരു മേയർ കാൻഡിഡേറ്റിനെ സംബന്ധിച്ച സൂചനകൾ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നതിലാണ്. കോൺഗ്രസിൽ അത് പതിവല്ല. സാധാരണ മേയർ സ്ഥാനാർത്ഥി ഒന്നും ആരാണ് ആവുക എന്നതിൽ ഒരു പതിവ് ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ വ്യത്യസ്തമാണ് ചിത്രം. എന്താണ് കൊച്ചിയിലെ ആലോചനകൾ? ദീപ്തി മേരി വർഗീസ്, ഒപ്പം മറ്റേതൊക്കെ പേരുകളാണ് മേയർ സ്ഥാനത്തേക്കുള്ള പരിഗണനകൾ വരുന്നത്? യെസ്, ഡാനിക്കൊപ്പം ദീപ്തി മേരി വർഗീസ് കൂടി ചേരുന്നുണ്ട്. യെസ് ഡാനി, എന്താണ് വിശദാംശങ്ങൾ? സജിത്ത്, കൊച്ചിയിൽ ഇത്തവണ, കാരണം കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷന്റെ ഭരണം വളരെ നിസ്സാരമായ സ്ഥാനങ്ങൾക്ക് കൈവിട്ടതാണ് കോൺഗ്രസിന് ഉള്ളത്, UDF-നുള്ളത്. അതിൽ കോൺഗ്രസ് വിമതന്മാരെയാണ് LDF ചേർത്ത് പിടിച്ച് അവർ ഭരണം നേടിയത് എന്നത് കുറച്ചും ഈ കഴിഞ്ഞ 5 വർഷത്തോളവും കോൺഗ്രസിന് അത് വേട്ടയാടിയത് കുറച്ചൊന്നുമല്ല. അതിനുണ്ടായ ഒരു പ്രധാന കാരണം ഒരു മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കുന്നത് സംബന്ധിയായ തർക്കങ്ങൾ വളരെ രൂക്ഷമായിരുന്നു കോൺഗ്രസിൽ എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ്. അതിലൊന്നും ഒരു സംശയമില്ല. ഇക്കുറി അതിൽ കുറച്ചെങ്കിലും മാറ്റം വരുന്നു. പ്രത്യേകിച്ച് വനിതാ സംവരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസിനെ എടുത്തു കാണിക്കാനായിട്ട്, UDF-ന് മുന്നിലേക്ക് വയ്ക്കാനായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇത്തവണ അതിൽ അവർക്ക് നല്ല പേരുകളുണ്ട് എന്നതാണ്. നമുക്കറിയാം, ഇവിടെ കോൺഗ്രസിന്റെ ഒരു മുഖം, വനിതാ മുഖം എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന ദീപ്തി മേരി വർഗീസ് KPCC ജനറൽ സെക്രട്ടറിയാണ്, AICC അംഗമാണ്, കഴിഞ്ഞ ടൈമിൽ കൗൺസിലറാണ്. അങ്ങനെ വളരെ സജീവമായ ഒരാളാണ്. ഒപ്പം തന്നെയാണ് അഡ്വക്കേറ്റ് മിനിമോൾ VK. അവര് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ 3 ടൈമുകളായിട്ട് കൗൺസിലറാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഈ 2 പേരുകളിലേക്കാണ് പ്രധാനമായും തന്നെ ചർച്ചകൾ ചെന്നെത്തി നിൽക്കുന്നത് എന്നതാണ്. എന്തായാലും ഇത്തരം ഒരു ചർച്ചകൾ നീണ്ടു പോകുമ്പോൾ ഇപ്പോൾ വളരെ യാദൃശ്യമുണ്ടായത്, ഇവിടെ നമ്മൾ ലൈവിലേക്ക് എത്തുമ്പോൾ ഇവിടെ കൗൺസിലറും അതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രധാന പേര് ദീപ്തി മേരി വർഗീസുണ്ട്. ദീപ്തിയുടെ ഭൂമിത്ര ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റർ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് സ്റ്റേഡിയത്തിനോട് അനുബന്ധിയായ കാര്യങ്ങളിലുണ്ട്. ഏതായാലും ഇവിടെ ഈ തൽക്കാലം നമ്മൾ ഈ പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്കല്ല, എങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലേക്കെല്ലാം തന്നെ എത്തിയിരിക്കുന്നു. കോൺഗ്രസ് വലിയ രീതിയിൽ ഒരുങ്ങി. UDF എത്രമാത്രം സജ്ജമായിട്ടിരിക്കുന്നത്? UDF പൂർണ്ണമായിട്ടും സജ്ജമാണ് തെരഞ്ഞെടുപ്പിന്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ പ്രതീക്ഷയാണ് ഇപ്രാവശ്യം കൊച്ചി നഗരസഭയെ സംബന്ധിച്ചുള്ളത്. വലിയ വിജയം ഇപ്രാവശ്യം ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. കാരണം വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം കൊച്ചി നഗരം കണ്ടിട്ടില്ല. ഇവിടെ ആകെ വന്ന വികസനം എന്ന് പറയുന്നത് UDF-ന്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ CSML, അതായത് കൊച്ചി സ്മാർട്ട് സിറ്റി ആക്കാൻ വേണ്ടി അന്ന് ടോണി ചമ്മണിയുടെ കാലഘട്ടത്തിൽ കൊച്ചിയെ തെരഞ്ഞെടുക്കുന്നു. അതിനുവേണ്ടിയുള്ള അനുബന്ധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് CSML-ന്റെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ തന്നെ ഇവിടെ ജെറ്റിംഗ് കം സക്ഷൻ മെഷീൻ, ഇവിടെ വെള്ളക്കെട്ട് നിവാരണത്തിന് വേണ്ടി, അതെല്ലാം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല. കൊച്ചി നഗരസഭ കഴിഞ്ഞ 5 വർഷമായി കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോഴും ബ്രഹ്മപുരത്ത് ജൈവമാലിന്യം കെട്ടിക്കിടക്കുകയാണ്. അതിനൊരു പരിഹാരം പൂർണ്ണമായും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം രാഷ്ട്രീയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത് തന്നെയാണോ? അതെ, വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കറിയാമല്ലോ, സാധാരണ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ അഴിമതി, ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ 5 വർഷക്കാലം. എത്രയോ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ വൈറ്റില സർക്കിളിലും ഒക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ അഴിമതിയും അതിനോടൊപ്പം വികസന പ്രവർത്തനം കാര്യമായി നടത്താത്ത ഒരു കാലഘട്ടമായിരുന്നു. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങളിലേക്കെല്ലാം തന്നെ കഴിയുമ്പോൾ പ്രധാനമായിട്ട് തന്നെ വനിതാ സംവരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്ന് കൊച്ചി വനിത നയിക്കുമെന്ന് പറയുന്നു.
അതിൽ കോൺഗ്രസിലെ UDF അധികാരത്തിലേക്ക് വരുമ്പോൾ അതിലേറ്റവും പറയുന്ന ഒരു പേരുകാരിൽ ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട ദീപ്തി തന്നെയാണ്. ആ രീതിയിലൊരു ചർച്ചകളിലേക്ക് അത്തരം വിഷയങ്ങളൊന്നും ചർച്ചയായിട്ടില്ല. ഇപ്പോൾ UDFന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി കൗൺസിലർമാരെ വിജയിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പാർട്ടിയെ വിജയിപ്പിക്കുക, UDFനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റ് ചർച്ചകളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. അത് വരുന്ന സമയത്ത് അതിന്റെ കോൺഗ്രസിന്റെ നേതൃത്വം, UDFന്റെ നേതൃത്വം സമയാസമയങ്ങളിൽ അത്തരം കാര്യങ്ങൾ പറയുന്നതാണ്. പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ദീപ്തി ഏറ്റെടുത്ത ഒരു കാര്യങ്ങളാണ് ഉള്ളത്. ഇത്തവണ തീർച്ചയായിട്ടും കൗൺസിലറായി മത്സരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്കുള്ള ഉത്തരവാദിത്തം. അത് മത്സരിച്ച് വിജയിക്കുക എന്നുള്ള ഒരു ജോലിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അതിനപ്പുറമായി മറ്റൊന്നുമില്ല. ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. അല്ല, പാർട്ടി ഞാൻ പാർട്ടിയോടൊപ്പവും പാർട്ടി എന്നോടൊപ്പവുമാണ് എല്ലാ കാലത്തും. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയില്ല. എന്താണോ പാർട്ടിയുടെ തീരുമാനം, അതിനപ്പുറമായി ഒന്നും പറയാനില്ല. ഇപ്പോൾ കൗൺസിലർമാർ വിജയിച്ചു വരിക എന്നത് മാത്രമായിരിക്കും UDFന്റെ ലക്ഷ്യം. അതിൽ നമുക്ക് ഇത്തവണ അതിലൊരു ആത്മവിശ്വാസമുണ്ട്. കൂടുതൽ പേര് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു പ്രതിസന്ധിയിലേക്ക് കഴിഞ്ഞ തവണ വളരെ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ 3 വിമതരുടെ ഒരു ഭൂരിപക്ഷം കൊണ്ടാണ് ഭരണം കിട്ടിയത് തന്നെ. അല്ലാതെ ഒരു വലിയ തമ്പിങ് മജോറിറ്റി ഒന്നും ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടില്ല. കാരണം അതിനു മുമ്പുള്ള 10 വർഷക്കാലം ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് വിമത പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ സീറ്റ് വിഭജനം നടക്കും. ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ UDFന് ഏറ്റവും പ്രഗത്ഭനായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുന്ന പ്രതിപക്ഷ നേതാവാണ്. ശ്രീ VD സതീഷിൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചി നഗരസഭ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് തന്നെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിട്ടാണ് ഞങ്ങൾ സംഘടനയ്ക്കകത്തുള്ള എല്ലാവരും കാണുന്നത്. വിമതന്മാരെ ഒരുമിച്ച് നിർത്താൻ, കോൺഗ്രസ് വിമതന്മാരെ ഒരുമിച്ച് നിർത്താൻ ഇടതുമുന്നണിക്കാണ് കഴിഞ്ഞത്. ഇത്തവണ വിമതരെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ്. അല്ല, വിമതരുണ്ടാവാതിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ കൊച്ചി നഗരസഭ തിരിച്ചുപിടിക്കാൻ നേതൃത്വം കഴിയാണ്. ഞങ്ങളെല്ലാം അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. പ്ലാന്റ് വിഷയങ്ങളിലേക്ക് നമ്മൾ വരാം ഒരു മിനിറ്റ്. ഇതിൽ അപ്പോൾ ദീപ്തിക്ക് പറയാവുന്ന ഭാഷയിൽ ദീപ്തി അവരെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്, ആ പരിമിതികളിൽ നിന്നുകൊണ്ട്. ഏതായാലും വനിതാ മേയർ എന്ന രീതിയിലേക്ക് അത് കഴിഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ നിന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ചില പേരുകൾ ഉയർത്തിക്കാട്ടുന്നതിൽ പ്രഥമ സ്ഥാനം ദീപ്തി മേരി വർഗീസിനും അതോടൊപ്പം തന്നെ നിലവിൽ കൗൺസിലറായി തുടരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്ന VK മിനിമോൾ അടക്കമുള്ളവരുടെ പേരുകളെല്ലാം തന്നെ പരിഗണനയിലേക്കെല്ലാം തന്നെ വരുന്നുണ്ട്. ഏതായാലും അത്തരം ചർച്ചകൾ ഒരു ഭാഗത്ത് വളരെ സജീവമായിട്ട് തന്നെ നടക്കുന്നു. ഏതായാലും ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ ദീപ്തി സൂചിപ്പിച്ചതുപോലെ VD സതീശന് തന്നെയാണ്, പ്രതിപക്ഷ നേതാവിനാണ് ജില്ലയുടെ ചുമതലയടക്കം വന്നിരിക്കുന്നത്. അതുകൊണ്ടൊരു വലിയ പോരാട്ടം ഇവർ നടത്തുമെന്ന് തന്നെയാണ് ഒരു ആത്മവിശ്വാസം പറയുന്നത്. ജില്ലാ പഞ്ചായത്തുകളുടെ ഒരു എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 88-ൽ 48 എണ്ണം UDFന് ഒപ്പം തന്നെയുണ്ട്. നഗരസഭകളിൽ ഇതിലേക്ക് വരുമ്പോൾ 8 നഗരസഭകളിൽ 5 എണ്ണം UDFന് നേടാൻ കഴിഞ്ഞു എന്നതെല്ലാം തന്നെ ഒരു ആത്മവിശ്വാസമാണ് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് UDFനൊപ്പമാണ്. അതിൽ കോർപ്പറേഷനാണ് തലനാരിഴയ്ക്ക് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭൂരിപക്ഷമാണ് ഇടതുമുന്നണിക്ക് ഉള്ളത്. അങ്ങനെ കണക്കുകൾ ഏതാണ്ട് UDFന് ഒപ്പം ചേർന്ന് പോകുന്നതാണ്. കൊച്ചിൻ കോർപ്പറേഷൻ തവണ മറിച്ചാകില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെയും ഭരണ നേതൃത്വത്തിലേക്ക് ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ എന്നിവരുടെ പേരുകളാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ വളരെ സജീവമായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്നത്. സജിത, അതാണ് ഡാനി സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുകയാണ്. പ്രഖ്യാപനം 2-3 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരുങ്ങുകയാണ് എല്ലാവരും. എല്ലാ തവണയും വൈകുന്ന കോൺഗ്രസിന് ഇത്തവണ നേരത്തെയാണ്. എല്ലാവർക്കും മുന്നേ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും ആദ്യഘട്ടം കഴിഞ്ഞു. കൊച്ചിയിലും സമാനമായ നീക്കമാണ്. പ്രതിപക്ഷ നേതാവ് നേരിട്ട് നയിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം കോർപ്പറേഷൻ തിരികെ പിടിക്കും. ഇതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. എന്തായാലും പോരാട്ടം കനക്കുകയാണ്. നമ്മൾ കോഴിക്കോടേക്ക് ഇനി പോവാം. കോഴിക്കോടേക്ക് ചെല്ലുമ്പോൾ കോഴിക്കോടും മേയർ കോർപ്പറേഷൻ കോൺഗ്രസിന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഇടമല്ല. പക്ഷേ ഇത്തവണ അവിടെ പോരാട്ടം കനക്കുമെന്നതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ ലക്ഷ്യം. സമാനമായ തന്ത്രങ്ങൾ BJP ക്യാമ്പിലും CPM ക്യാമ്പിലും നടക്കുന്നുണ്ട്. ഇത്തവണ അവിടെ മേയർ സ്ഥാനാർത്ഥിയെ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ പോക്ക്. ഒരുപക്ഷേ ഈ നീക്കം നമുക്ക് പരിശോധിക്കാം. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഔദ്യോഗികമായ ഒരു മേയർ സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിക്കില്ല, പക്ഷേ ചില സൂചനകൾ പങ്കുവെച്ചുകൊണ്ട് ഒരു നേതൃത്വം ഇയാളായിരിക്കുമെന്ന സൂചനകൾ പങ്കുവെച്ച് തന്നെയാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ